ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു LKG മലയാളം പൂമ്പാറ്റ എ. പൂമ്പാറ്റ എയില് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നേ ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങളിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഖ ഖ ഖ ഖ ങ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഛ ഛ ഝ ഝ ഞ. ഛ ഛ ഝ ഝ ഞ പഠിച്ചാലോ? ഓക്കെ, ഛ ഛ ഝ ഝ ഞ. ഛ എന്ന അക്ഷരം നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല? ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഛ എന്ന് എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. This is the letter ഛ. ഇങ്ങനെയാണ് ഛ എന്ന അക്ഷരം എഴുതുക. ഛ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെയാണ് ഛ എന്ന അക്ഷരം എഴുതുക. ഛ ഛ വെച്ചുള്ള കുറച്ച് വാക്കുകൾ അറിയണ്ടേ? ചക്ക അറിയാമോ? ചക്ക എന്താണ് ചക്ക? നമ്മൾ കറി വെച്ച് കഴിക്കും, ചക്ക പഴം പറിച്ച് കഴിക്കും, ചുളയൊക്കെ എടുത്തിട്ട് ചക്ക പായസം ഉണ്ടാക്കും, ചക്ക ജാം ഉണ്ടാക്കും, അങ്ങനെ പലതിനും ചക്ക ഉപയോഗിക്കും അല്ലേ? ചക്ക കറി, ചക്ക പൊടിത്തൂവൽ, അങ്ങനെ പലവിധം ചക്ക കൊണ്ട് ഉപയോഗമുണ്ട്. ഈ ചക്ക മരത്തിന്റെ തടി കൊണ്ട് ചെണ്ട വരെ ഉണ്ടാക്കും. മനസ്സിലായോ? ചക്ക വളരെ മധുരമുള്ള ഫ്രൂട്ട് അല്ലേ? ആർക്കൊക്കെയാണ് ചക്ക ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടമാണോ? ഓക്കെ, ഈ ചക്കയുടെ ആദ്യ അക്ഷരം എന്താണ്? ച ആണ്. ച, ചക്ക. അടുത്തത് നമ്മുടെ സൈക്കിളിലും ബസ്സിലും ഒക്കെ എന്തുണ്ട്? സീറ്റ് ഉണ്ട്. പിന്നെ അതെന്തിലാണ് ഓടുന്നത്? എങ്ങനെയാണ് സൈക്കിളും വണ്ടികളൊക്കെ ഓടുന്നത്? ടയർ. ടയറിന് എന്താ മലയാളത്തിൽ പറയുക? ചക്രം. എന്താണ്? ചക്രം. ചക്രം ഉപയോഗിച്ചാണ് അവർ ഓടുന്നത് അല്ലേ? ചക്രം. ചക്രത്തിന്റെ ആദ്യ അക്ഷരം എന്താണെന്ന് അറിയാമോ? ച. രാത്രി ആകാശത്ത് ആരെയാണ് കാണുന്നത്? അമ്പിളിമാമൻ. അമ്പിളിമാമനെ എന്താ പറയാ? വേറെ പേര് പറയൂ. എന്താണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ. ചന്ദ്രൻ. ചായയിലാണ് ചന്ദ്രനും തുടങ്ങുന്നത്. ഇനി അടുത്ത അവിടെ ഒരു പിക്ചർ നോക്കൂ. എന്താണത്? അതാണ് ചവണ. എന്താണ്? ചവണ. ചക്ക, ചക്രം, ചന്ദ്രൻ, ചവണ. ചക്ക, ചക്രം, ചന്ദ്രൻ, ചവണ. ഇനി വെച്ചൊരു കവിത പാടിയാലോ? ചന്ദ്രൻ ഉദിച്ചു മാനത്ത്, ചക്കകൾ മൂത്തു പ്ലാവിന്മേൽ, ചവണയെടുത്തു മുറുക്കിയൊരുക്കി, ചക്രമുരുട്ടി പൈതങ്ങൾ. എന്താണ്? ചന്ദ്രൻ ഉദിച്ചു മാനത്ത്. മാനത്ത് ആരാണ് ഉദിച്ചത്? വൈകുന്നേരം ആകുമ്പോൾ ചന്ദ്രൻ, അമ്പിളിമാമയാണ് ഉദിക്കുന്നത്. ചക്കകൾ മൂത്തു പ്ലാവിന്മേൽ. ചക്കകൾ എവിടെയാണ് കാണുന്നത്? ചക്കമരത്തിലാണ്. ചക്കമരത്തെ എന്താണ് മറ്റൊരു പേര് പറയുക? പ്ലാവ്. പ്ലാവിന്മേൽ ചക്കകൾ മൂത്തു. മൂത്ത് കഴിയുമ്പോഴാണ് നമ്മളത് പറിക്കുന്നത്. അത് പിന്നീട് പഴമായി മാറും. ചവണയെടുത്തു മുറുക്കി ഒരുക്കി. ചവണയെടുത്തു മുറുക്കി ഒരുക്കി. ചവണയെടുത്ത് മുറുക്കി ഒരുക്കി, ചക്രമുരുട്ടി പൈതങ്ങൾ. എന്ത് ചെയ്തു? ചക്രം ഉരുട്ടാൻ തുടങ്ങി. ആരാണ്? പൈതങ്ങൾ. നിങ്ങളെ പോലുള്ള കുട്ടികൾ. ഒരിക്കൽ കൂടെ കവിത പാടി നോക്കാം. ചന്ദ്രൻ ഉദിച്ചു മാനത്ത്, ചക്കകൾ മുത്തു പ്ലാവിന്മേൽ, ചവണയെടുത്തു മുറുക്കിയൊരുക്കി, ചക്രമുരുട്ടി പൈതങ്ങൾ. ചക്രമുരുട്ടി പൈതങ്ങൾ. നല്ല കവിത അല്ലേ? ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത അക്ഷരം പഠിക്കാം. ച കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ച. ച, ച. അടുത്ത ച ഇങ്ങനെയാണ് എഴുതുന്നത്. ച, ച. ച, ഛത്രം. ച, ഛത്രം. ച, ചക്ക, ചക്രം, ചന്ദ്രൻ, ചവണ. ച, ഛത്രം. ഛത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കുടയാണ് ഛത്രം എന്ന് പറയുന്നത്. ഛത്രം എന്ന് എന്തിനാണ് പറയുന്നത്? കുടയാണ് പറയുന്നത്. ആൻഡ് അടുത്ത അക്ഷരം ജ ആണ്. എന്താണ്? ജ. ജ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക? ഇത് നോക്കൂ. ഇതുപോലെയാണ് ജ എന്ന അക്ഷരം എഴുതേണ്ടുന്നത്. ഇങ്ങനെയാണ് ആരെഴുതുക? ജ എന്ന അക്ഷരം എഴുതുക. ജ, ജനൽ. ജനൽ എന്താണെന്ന് അറിയില്ലേ? നമ്മുടെ വീട്ടിലൊക്കെയുള്ള ജനൽ. ജനൽ തുറന്നാൽ നല്ല കാഴ്ച ലഭിക്കും അല്ലേ? പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ജനാല, ജനൽ എന്നൊക്കെ പറയുന്ന ജ, അതിൽ തുടങ്ങുന്ന അക്ഷരമാണ് ജ. ഇനി അടുത്തത് ച. ചഷം. ചഷം. ച. ഓക്കെ, ച എന്ന അക്ഷരം പുതിയൊരു അക്ഷരമാണ്. ച, ച, ജ, ച. ച. ചഷം എന്ന് എഴുതുന്ന ച. ഇനി അടുത്തത് ഞ. ഞ എന്ന അക്ഷരം അറിയാമോ? ഞ എന്ന അക്ഷരം എഴുതുന്നത്
ഇങ്ങനെയാണ്. ഞാ എന്ന അക്ഷരം എഴുതുന്നത് ഇങ്ങനെയാണ്. ഞണ്ട്. ഞണ്ടിനെ അറിയില്ലേ? പാടത്തൊക്കെയുള്ള വെള്ളത്തിലൊക്കെയുള്ള ഇറുക്കാൻ സാധിക്കുന്ന നല്ല ബലമുള്ള പുറം തോടുള്ള ഞണ്ട്. ഞണ്ട് തുടങ്ങുന്നത് ഞാ എന്ന അക്ഷരത്തിലാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ നിറം കൊടുക്കാനുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്തിന്റെ ചിത്രമാണത്? ചത്രത്തിന്റെ ചിത്രമാണ്. ചത്രം, കുട. ചത്രത്തിന്റെ നിറം കൊടുക്കില്ലേ? എല്ലാവരും കൊടുക്കണം കേട്ടോ. ബൈ.